യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹമുള്ളവരെ, ആരാണ് നമ്മുടെയൊക്കെ സ്നേഹിതരെന്ന് നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ സ്നേഹിതർക്കൊക്കെ നമ്മൾ ചില അതിരുവരമ്പുകൾ വെച്ചിട്ടുണ്ട്, നമ്മൾ ചില ഡെഫിനേഷനുകൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അവരൊക്കെയാണ് എൻ്റെ സ്നേഹിതർ. എൻ്റെ സ്നേഹവലയത്തിന് പുറത്തുള്ളവർ ഏറെ ഉണ്ട് എന്നത് വളരെ വൈകിയെങ്കിലും എൻ്റെ ബോധത്തിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹിതരായി ഞാൻ ചേർത്തു വെച്ച അനേകരുണ്ടെങ്കിലും അതിലേറെ എത്രയോ ആളുകൾ എൻ്റെ സ്നേഹവലയത്തിന് പുറത്താണ് നിൽക്കുക. കർത്താവ് പറയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം കൈമാറാനുള്ളതാണ് സ്നേഹം. സ്നേഹം പങ്കുവെക്കാനുള്ളതാണ്. അത് എൻ്റെ ചുറ്റുമുള്ള ഇടങ്ങളിലേക്കെല്ലാം സ്നേഹം വ്യാപിപ്പിക്കാനുള്ളതാണ് എൻ്റെ ദൗത്യം. എന്നിൽ നിന്നും പുറപ്പെടേണ്ടത് ഈ സ്നേഹമാണ്. മറ്റുള്ളവരിലേക്ക് യഥാർത്ഥത്തിൽ എന്നിൽ നിന്നും പ്രസരിക്കപ്പെടുന്നത് എന്താണ്? എൻ്റെ വാക്കുകൾ കൊണ്ട് സ്നേഹമാണോ പുറത്തേക്ക് വരുന്നത്? എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഗൗരവമായ നോട്ടത്തിൽ എന്ത് സ്നേഹമാണ് ഞാൻ ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുന്നത്? എൻ്റെ ചിന്തകളിൽ ഞാൻ സ്നേഹത്തിൽ ചേർന്ന ചിന്തകളാണോ പങ്കുവെക്കുന്നത്? എൻ്റെ ആലോചനയിൽ, എൻ്റെ ഭാവനകളിൽ, എൻ്റെ പ്രവർത്തികളിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ ജോലി സംബന്ധമായ ഇടകളിൽ, എൻ്റെ യാത്രകളിൽ ഞാൻ ഈ സ്നേഹം പങ്കുവെക്കാറുണ്ടോ? സ്നേഹമുള്ളവരെ, സമയം ദീർഘമായി വളരെ വേഗം പോവുകയാണ്. ദീർഘദൂരം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. ആയുസ് പിന്നിടുകയാണ്. ഇനി എന്നാണ് നമ്മൾ ഈ സ്നേഹം പങ്കുവെക്കാൻ പഠിക്കുക? സ്നേഹം പങ്കുവെക്കാൻ ക്രിസ്തു എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. പൂഴ്ത്തിവെച്ച് ചില റിസർവേഷനുകൾ, ചില ഇടങ്ങളിലേക്ക് മാത്രം എൻ്റെ സ്നേഹം കടത്തിവിടുന്നെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കാൻ കഴിയില്ല. പർട്ടിക്കുലർ സ്നേഹം. എന്നാൽ സ്വർഗത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. ആര് പറഞ്ഞു ഈ അതിരുവലമ്പ്, ഈ മതിൽ കെട്ടാൻ? ആര് പറഞ്ഞു എൻ്റെ ഈ മതിലിനപ്പുറത്ത് കുറേ പേരെ ആക്കാൻ? ക്രിസ്തുവിൻ്റെ സ്നേഹം അത് വിശാലമായ സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്കൊക്കെ പടരാനൊക്കെ പറ്റുക, അത് വലിയൊരു ശിഷ്യനാവാനുള്ള വളർച്ചയുടെ പടികളാണെന്ന് സുവിശേഷം എന്നെ ഓർമ്മിപ്പിക്കുക. ആമേൻ.